നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലുമെല്ലാം വ്യാപിക്കുമ്പോൾ ദൈനംദിന കേസുകളുടെ എണ്ണം പഴയ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് 2022 മഹാമാരി എത്രത്തോളം അപകടകരമാകുമെന്ന ആശങ്കയിലാണ് വിദഗ്ധർ. എന്നാൽ ഒമിക്രോൺ അതിവേഗം പടരുമെങ്കിലും മരണനിരക്കും ആശുപത്രിവാസവും കുറവായിരിക്കുമെന്നാണ് ഇതിനോടകം പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുതിയ വകഭേദം ശ്വാസകോശത്തെ കാര്യമായി ബാധിക്കാത്തതിനാൽ ഓക്സിജനും തീവ്രപരിചരണ വിഭാഗവും രോഗികൾക്ക് ആവശ്യമായി വരുന്ന അവസ്ഥ കുറവാണ്. എന്നാൽ ധാരാളം ഡോക്ടർമാരെയും നഴ്സുമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ബാധിച്ചതിനാൽ ഒമിക്രോൺ ആശുപത്രികളുടെ പ്രവർത്തനത്തിൽ വെല്ലുവിളിയാകുന്നുണ്ട്. ഒമിക്രോൺ തരംഗത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരിക്കുമെന്ന് ന്യൂഡൽഹിയിലെ വിംഹാൻസ് നേതി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ കോവിഡ് ടാസ്ക് ഫോഴ്സ് മേധാവി ഡോക്ടർ ഷംഷേർ ദ്വേദി പറയുന്നു. ഒമിക്രോൺ വ്യാപനം രൂക്ഷമായതിനു പിന്നാലെ കേസുകൾ അതിവേഗം കുറഞ്ഞുവെന്ന ദക്ഷിണാഫ്രിക്കയുടെ അനുഭവം പരിശോധിച്ചാൽ ഈ വകഭേദം അപകടകാരിയല്ലെന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാണെന്നും ഡോക്ടർ പറയുന്നു. മഹാമാരി അവസാനിക്കാൻ ഒമിക്രോൺ സഹായിക്കുമെന്ന് തോന്നുന്നുവെന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രമുഖ സാംക്രമിക രോഗ വിദഗ്ധയായ ഡോക്ടർ മോണിക്ക ഗാന്ധി പറയുന്നു. ഒമിക്രോൺ അങ്ങേയറ്റം പകരുന്നതെന്നാണ് അവർ പറയുന്നത്. വാക്സിനേഷൻ എടുത്തവരിൽ നേരിയ തോതിൽ അണുബാധകൾ ഉണ്ടാകുന്നു. എന്നിരുന്നാലും വാക്സിനേഷൻ എടുക്കാത്തവരിൽ പോലും ഒമിക്രോൺ അത്രത്തോളം രൂക്ഷമാകില്ല. കാരണം ഒന്നിലധികം പഠനങ്ങൾ പറയുന്നത് പോലെ ശ്വാസകോശ കോശങ്ങളെ ഇത് നന്നായി ബാധിക്കില്ല. ഹോങ്കോങ് യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ഒമിക്രോൺ അണുബാധ മറ്റു വകഭേദങ്ങൾക്ക് വിശാലമായ പ്രതിരോധശേഷി നൽകുന്നു. അതിനാൽ ഒരു നേരിയ മുന്നേറ്റം വാക്സിനേഷൻ എടുത്തവരുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. കൂടാതെ കോവിഡ് വാക്സിനേഷൻ എടുക്കാത്തവർക്കും പ്രതിരോധശേഷി നൽകുകയും ചെയ്യും. അതിനാൽ കൂടുതൽ മാരകമായതോ പ്രതിരോധശേഷി കുറയ്ക്കുന്നതോ ആയ ഒരു വകഭേദമില്ലെങ്കിൽ പകർച്ചവ്യാധിയിൽ നിന്ന് പ്രാദേശിക ഘട്ടത്തിലേക്ക് നമ്മെ എത്തിക്കാനുള്ള ഒരു വകഭേദം ഒമിക്രോൺ ആയിരിക്കുമെന്ന് തോന്നുന്നതായും മോണിക്ക ഗാന്ധി പറഞ്ഞു. എന്നാൽ ആഗോളതലത്തിൽ കൊറോണ വൈറസിനെതിരെ പ്രതിരോധശേഷിയുള്ള ഒരു വലിയ ജനവിഭാഗം ഉണ്ടാകുന്നതുവരെ മഹാമാരി ഇല്ലാതാകില്ല എന്ന് പൂനെ ആസ്ഥാനമായ ഇമ്മ്യൂണോളജിസ്റ്റ് ഡോക്ടർ വിനീത ബാൽ പറയുന്നു. ആഗോളതലത്തിൽ കുട്ടികൾക്ക് ഇപ്പോഴും വാക്സിനേഷൻ നൽകിയിട്ടില്ല. അതിനാൽ മഹാമാരി ഉടൻ ഇല്ലാതാകുമെന്ന് പറയുന്നത് ദീർഘദൃഷ്ടിയുള്ള പ്രവചനമായിരിക്കില്ല എന്നും ഡോക്ടർ ബാൽ പറയുന്നു. കോവിഡ് അണുബാധ രക്തം കട്ടിപ്പിടിപ്പിക്കുന്നതിനും ഹൃദയാഘാതത്തിനും കാരണമാകുമെന്നതിനാൽ സൗമ്യമോ കഠിനമോ എന്നതല്ല പ്രശ്നം. ശൈത്യകാലത്ത് ഹൃദയാഘാതം സാധാരണമാണ്. അതിനാൽ ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും ഉള്ളവർ അപകട സാധ്യതയുള്ളവരാണ്. ഒമിക്രോൺ ചെറുപ്പക്കാർക്ക് നേരിയ ലക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും അവർ മാസ്ക് ധരിക്കണമെന്ന് ഡോക്ടർ ദ്വേദി പറയുന്നു. ഇത് ദുർബലരായ വൃദ്ധരെ സംരക്ഷിക്കാൻ മാത്രമാണ്. ഒമിക്രോൺ ധാരാളം ആളുകളെ ബാധിക്കുന്നത് തുടരുമെങ്കിലും മാസ്കുകൾ വൈറസ് വ്യാപനം കുറയ്ക്കുവാൻ സഹായിക്കും. ഇത് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കും. ഡോക്ടർ ഗാന്ധിയുടെ അഭിപ്രായത്തിൽ പുതിയ വകഭേദങ്ങൾ ഉയർന്നു വരുന്നത് തുടരും. എന്നാൽ ടി-സെൽ പ്രതിരോധശേഷി ശക്തമാണ്. സ്പൈക്ക് പ്രോട്ടീനിലുടനീളം പ്രതികരണം നൽകുന്നതിനാൽ ഇപ്പോഴുള്ള വാക്സിനുകൾ കൊണ്ട് പ്രതിരോധം ഉറപ്പിക്കുവാൻ സാധിക്കും. അതിനാൽ നമുക്ക് ഓരോ തവണയും പുതിയ വാക്സിനുകൾ ആവശ്യമില്ല. അണുബാധ മൂലമോ വാക്സിനേഷൻ മൂലമോ മുൻകാല പ്രതിരോധശേഷി പുതിയ വകഭേദങ്ങളിൽ നിന്ന് മതിയായ സംരക്ഷണം നൽകുമെന്ന് ഡോക്ടർ വിനീത ബാൽ പറയുന്നു. ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുന്ന കോവിഡ് രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണെന്നും വേഗത്തിലുള്ള ഒമിക്രോൺ കുതിച്ചുചാട്ടം വളരെ വേഗം ആശുപത്രികളിലെ കിടക്കകൾ രോഗികളെ കൊണ്ട് നിറയ്ക്കുമെന്നും ലോക്ക്ഡൌണുകൾക്ക് പിന്നിൽ ശാസ്ത്രീയ യുക്തി ഇല്ലായിരിക്കാം, പക്ഷേ അവ തീർച്ചയായും വ്യാപനത്തിന്റെ വേഗത കുറയ്ക്കുകയും പരിധിക്കപ്പുറം നീട്ടാത്തതിനാൽ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഒമിക്രോൺ അണുബാധയുടെ തോത് അനുസരിച്ച് വാക്സിനേഷൻ എടുക്കാത്ത ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനം രോഗബാധിതരാവുകയും അവരിൽ ചിലർക്ക് ആശുപത്രി പ്രവേശനം ആവശ്യമായി വരികയും ചെയ്താൽ അത് ആശുപത്രി ജോലിഭാരത്തെ കാര്യമായി ബാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ ലോക്ക്ഡൌണുകൾ രോഗവ്യാപനം പരിമിതപ്പെടുത്തുകയും അതിനാൽ ആശുപത്രികളുടെ ഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു. അതേസമയം കോവിഡിന്റെ പുതിയ വകഭേദമായി ഒമിക്രോൺ ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ. കോവിഡ്-19 പുതിയ വകഭേദമായ ഒമിക്രോണിന് വ്യാപനശേഷി കൂടുതലാണെങ്കിലും രോഗികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നും വൈദ്യസഹായം തേടേണ്ട ആവശ്യകതയിലേക്ക് എത്തിക്കില്ലെന്നുമായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് ശരിയല്ലെന്ന് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഒമിക്രോണിനെ നിസ്സാരമായി കാണരുതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മുൻ വകഭേദങ്ങളെ പോലെ തന്നെ ഒമിക്രോൺ അപകടകാരിയാണ്. രോഗികളെ വലിയ തോതിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരികയും മരണങ്ങൾക്കിടയാക്കുകയും ചെയ്യുമെന്നും WHO തലവൻ ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.